നമസ്കാരം. മദ്യപിച്ച് വാഹനം ഓടിച്ചതിനെ തുടർന്ന് നടപടിയെടുത്ത ഒരുപാട് KSRTC ഡ്രൈവർമാരുണ്ട്. KSRTCക്ക് പ്രധാനമായി വീഴ്ച വന്ന, ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് ഒരു ഗുരുതര വീഴ്ച തന്നെയായിരുന്നു. മദ്യപിച്ച് പലപ്പോഴും അവർ ഡ്യൂട്ടിക്ക് കയറി KSRTC ബസ് ഓടിച്ചു. KSRTC ബസ് എന്ന് പറയുന്നത് നമ്മുടെ നിരത്തിറങ്ങുന്ന ലോറികൾ പോലെയുള്ള അത്രയും വലിയൊരു പവർ പാക്ഡ് ബസ്സാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനൊരു വണ്ടി ഇറങ്ങുമ്പോൾ ആ വണ്ടിക്കുള്ളിലെ ആളുകൾ മാത്രമല്ല, പുറത്തുള്ള ആളുകൾ കൂടി അവരുടെ മരണഭയത്തോട് നേരിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതിന് കാരണം ഇത്തരത്തിലുള്ള അശ്രദ്ധ തന്നെയാണ്. നമ്മൾ ബസ് ഓടിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മുന്നിലോ പിന്നിലോ സൈഡിലോ എവിടെയെങ്കിലുമൊക്കെ ബസ് ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ചെറുതായി ഭയക്കും. കാരണം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നവരാണ് KSRTC ഡ്രൈവർമാർ എന്നൊരു ഓർമ്മ, അല്ലെങ്കിൽ അങ്ങനൊരു വാർത്ത നമ്മുടെ ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയാണ് പലപ്പോഴും നമുക്ക് അത്തരത്തിലൊരു ഭയം ഉണ്ടാകുന്നത്. മാത്രമല്ല, അത്രയും വലിയൊരു വാഹനമാണത്. ആ വാഹനം കാണുമ്പോൾ തന്നെ ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നവർക്കോ കാറിൽ പോകുന്നവർക്കോ പോലും വളരെയധികം തന്നെ ഭയം ഉണ്ടാക്കുന്നതാണ്. സ്വാഭാവികമായുള്ളൊരു ഭയമാണ്. അതിൻ്റെ കൂടെയാണ് ഇത്തരത്തിൽ ഗുരുതര വീഴ്ച അവർക്കുണ്ടാകുന്നത്. ഇങ്ങനെ ഗുരുതര വീഴ്ച വരുത്താത്തവരെ തിരിച്ചെടുക്കാമെന്ന് ഇപ്പോൾ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ അറിയിച്ചതുകൊണ്ടാണ് ഇപ്പോൾ വാർത്തകൾ വീണ്ടും വരുന്നത്. നടപടി നേരിട്ട് പുറത്തു നിൽക്കുന്ന 650ഓളം ഡ്രൈവർമാരിൽ 500ഓളം പേരെ തിരിച്ചെടുക്കാനാണ് മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒരു തവണത്തേക്ക് അവസാനമായി ക്ഷമിക്കുന്നുവെന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. തിരിച്ചെടുക്കുന്നവരിൽ നിന്നും 5000 രൂപ ഫൈൻ ഈടാക്കുകയും ചെയ്യും. ഡ്രൈവർമാർ കിട്ടാനില്ലെന്നും ഗതാഗത മന്ത്രി പറഞ്ഞു. വർക്കിനി ഒരു അവസരം ഉണ്ടാകില്ലെന്നും ആവർത്തിച്ചാൽ വീണ്ടും ഫൈൻ വാങ്ങി പുറത്താകുമെന്നും മന്ത്രി പറഞ്ഞു. തകർച്ചയിൽ നിന്നും മുന്നേറ്റം നടത്തുന്ന KSRTCയുടെ വിശ്വാസ്യത നിലനിർത്താൻ ജീവനക്കാരുടെ മികച്ച പെരുമാറ്റവും പരിഷ്കാരങ്ങളോടും അവർ സഹകരിക്കുന്നതും വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പൊതുഗതാഗത രംഗത്ത് നൂതനമായ മാറ്റങ്ങൾ ലക്ഷ്യമിട്ട് KSRTCയും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീമും ഇതുപോലെ സംയുക്തമായി നടപ്പിലാക്കുന്ന പ്രത്യേക പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ചെയ്തത്. KSRTCയുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ആദ്യഘട്ടത്തിൽ 1000 ഡ്രൈവർമാർക്കും പിന്നീട് 1000 കണ്ടക്ടർമാർക്കും പരിശീലനം നൽകുന്നതായി അറിയിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇന്ന് പ്രവർത്തന ലാഭത്തിൽ മുന്നേറുന്ന ഏക പൊതുഗതാഗത കോർപ്പറേഷൻ KSRTC ആണെന്ന് പറഞ്ഞു. ശരാശരി പ്രതിദിന വരുമാനം 9 കോടി രൂപയ്ക്ക് മുകളിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ ഇത് 11 മുതൽ 13 കോടി വരെയായി ഉയരുന്നുണ്ട്. ഡ്രൈവിംഗ് മികവ്, ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കൽ, ആധുനിക ടിക്കറ്റിംഗ് മെഷീനുകളുടെ ഉപയോഗം, ഡിജിറ്റൽ കാർഡുകൾ, കൃത്യമായ കണക്ക് സൂക്ഷിക്കൽ തുടങ്ങിയവയിലാണ് പരിശീലനം നൽകുന്നത്. ഇപ്പോൾ പരിശീലനം ലഭിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നതും മാസ്റ്റർ ട്രെയിനർമാർ വഴി ഭാവിയിൽ മുഴുവൻ ജീവനക്കാർക്കും പരിശീലനം നൽകുകയും ചെയ്യും. സാങ്കേതിക വിദ്യകളെ പറ്റി അശോക് ലൈലാൻഡ്, ടാറ്റ, ഐഷർ, മാരുതി എന്നിവരൊക്കെ തന്നെയും ഇപ്പോൾ സ്ഥാപനങ്ങളിൽ അയച്ച് വിദഗ്ധരുടെ അത്യാധുനിക പരിശീലനം ലഭ്യമാക്കും. സുരക്ഷിതമായ ഡ്രൈവിംഗ് ഉൾപ്പെടെയുള്ള മാനദണ്ഡങ്ങൾ പരിഗണിച്ച് തിരഞ്ഞെടുക്കപ്പെട്ട 15 ഡ്രൈവർമാർക്ക് മന്ത്രി ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്തു എന്നുകൂടി പറയുന്നുണ്ട്.